ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള നടൻ സിദ്ദിഖിന്റെ ഫോൺ ഓണായി. സിദ്ദിഖ് കേരളത്തിൽ തന്നെ ഉണ്ടെന്നാണ് സൂചന. അതേസമയം ജാമ്യം തേടി സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചു. നവമി വിവരങ്ങൾ പങ്കുവെക്കും. നവമി, നമുക്കറിയാം ഇന്നലെ രാവിലെ ഈ കോടതി വിധി വന്നതിന് ശേഷമാണ് സിദ്ദിഖുമായി ബന്ധപ്പെടാൻ സാധിക്കാനായത്. അദ്ദേഹത്തിന്റെ വീട്ടിലില്ല, ഫോണിൽ ലഭിച്ചാൽ കിട്ടുന്നില്ല, സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ അറിയില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഈ സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യവും അന്വേഷണ സംഘത്തിൽ നിന്ന് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ച സാഹചര്യവും കൂടി ചേർത്ത് വായിക്കണോ ഈ ഫോൺ ഇപ്പോൾ പ്രവർത്തനക്ഷമമായതിനെ? രഞ്ജിത്ത്, 24 മണിക്കൂറുകൾ കഴിഞ്ഞതിനൊടുവിലാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ ഫോൺ അല്പസമയത്തിന് മുൻപ് ഓണായ നിലയിൽ കണ്ടെത്തിയത്. ആദ്യം കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണ്. കാരണം ആദ്യം വിളിച്ചപ്പോൾ ഫോൺ എടുത്തിരുന്നില്ല. പിന്നീട് വിളിക്കുമ്പോൾ നിരന്തരം ബിസിയാണ് പറയുന്നത്, തിരക്കിൽ മറ്റൊരു കോളിലാണെന്നുള്ളൊരു മെസ്സേജ് ആണ് ലഭിക്കുന്നത്. പിന്നീട് ഔട്ട് ഓഫ് റേഞ്ചും പറഞ്ഞു. എന്തായാലും മലയാളത്തിലാണ് ഈ അനൗൺസ്മെന്റ് കേൾക്കുന്നത്. അതിനർത്ഥം സിദ്ദിഖിന്റെ ഫോൺ കേരളത്തിൽ തന്നെയുണ്ടെന്ന്. ചിലപ്പോൾ സിദ്ദിഖ് ഫോൺ ഇവിടെ ഉപേക്ഷിച്ച ശേഷം അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും സൂക്ഷിക്കാൻ നൽകിയതിന് ശേഷം എവിടെയെങ്കിലും ഒക്കെ ഒളിഞ്ഞിരിക്കുകയാണോ അല്ലെങ്കിൽ കേരളം വിട്ടോ എന്നൊരു സംശയമുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ സിദ്ദിഖിന്റെ കയ്യിൽ തന്നെ ഫോൺ ഉണ്ട്. ഇതിങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അനുമാനിക്കാം. എന്തായാലും ഫോൺ ഓൺ ആയ സാഹചര്യത്തിൽ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഈ ഫോണിന്റെ റേഞ്ച് കണ്ടെത്തുന്നതിനുള്ളൊരു ശ്രമം നടത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ അത് സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് വീണ്ടും കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിന് മുൻപ് അദ്ദേഹം ആരെയോ വിളിക്കുന്നതിന് വേണ്ടി, അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവർ ആരെങ്കിലും വിളിക്കുന്നതിന് വേണ്ടി ഓൺ ചെയ്തതായിരിക്കാം. അതിനുശേഷം ഇപ്പോൾ ഓഫ് ചെയ്ത നിലയിലാണ് വീണ്ടും ഫോൺ കാണപ്പെടുന്നത്. എന്തായാലും സിദ്ദിഖിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. സിദ്ദിഖിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ, ബന്ധുക്കളുടെ വീട്ടിൽ, അല്ലെങ്കിൽ സിദ്ദിഖ് പോകാൻ സാഹചര്യമുള്ള മറ്റിടങ്ങളിലുമൊക്കെ പോലീസിന്റെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും സിദ്ദിഖിനെ പിടികൂടാൻ ഇപ്പോഴും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് മനഃപൂർവ്വം പോലീസ് വൈകിപ്പിക്കുന്നതാണോ അതോ എന്താണ് സിദ്ദിഖും പോലീസിനും ഇടയിൽ നടക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പോലീസിനെതിരെ വ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പരാതികളും പ്രതിഷേധങ്ങളുമാണ് ഇതിനോടകം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. 24 മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും സിദ്ദിഖിനെ പിടികൂടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള കോടതി ഉത്തരവ് വരുന്നു. അതിന് മണിക്കൂറുകൾ മുമ്പ് സ്വന്തം വീട്ടിൽ, പടമുകളിലെ വീട്ടിൽ സിദ്ദിഖ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നതും സിദ്ദിഖിനെ കാണാതാകുന്നതും. ഇന്നലെ വൈകുന്നേരം, അതായത് ഇന്നലെ തിരുവനന്തപുരത്തുള്ള മ്യൂസിയം പോലീസ് കൊച്ചിയിലേക്ക് പുറപ്പെട്ടു എന്ന് അറിയുന്നു. പക്ഷെ ആ പോലീസ് എന്തുകൊണ്ട് സിദ്ദിഖിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ചോദ്യമാണ്. നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ടെന്ന് പറയുന്നു. ന്യൂസ് 18 അടക്കമുള്ള സംഘം അവിടെ എത്തുമ്പോൾ കൂടിയും പിന്നീട് സിദ്ദിഖ് അവിടെ ഇല്ല എന്നുള്ള വിവരം ലഭിക്കുന്നു. പിന്നീട് ആലപ്പുഴയിൽ ഉണ്ടെന്ന് സൂചന, സിദ്ദിഖിന്റെ കാർ ആലപ്പുഴയിൽ കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത വരുന്നു. അങ്ങനെ പല അഭ്യൂഹങ്ങളാണ് ഇതിനോടകം തന്നെ വരുന്നത്. പക്ഷെ സിദ്ദിഖ് എവിടെ ഉണ്ടെന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. സിദ്ദിഖിനെ പോലെ ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഒരു സിനിമാ നടൻ, മലയാളികൾക്കെല്ലാം സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയെ എന്തുകൊണ്ടാണ് പോലീസിന് പിടികൂടാൻ കഴിയാത്തത്? അങ്ങനെ ഒളിഞ്ഞിരിക്കാൻ, പോലീസിനെ കണ്ടെത്താൻ കഴിയാത്ത രീതിയിലേക്ക് ഒളിഞ്ഞിരിക്കാൻ സിദ്ദിഖിന് കഴിയുമോ എന്ന സംശയം കൂടിയാണ് ഇവിടെ ഉയരുന്നത്. എന്തായാലും അല്പസമയം മുൻപാണ് സിദ്ദിഖിന്റെ ഫോൺ സ്വിച്ച് ഓൺ ആയ നിലയിൽ കണ്ടെത്തിയത്. 2 ഫോണും സ്വിച്ച് ഓൺ ആയ നിലയിലാണ്. നമുക്ക് സാധാരണ അദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയ സമയത്ത് മാധ്യമപ്രവർത്തകർക്ക് അടക്കം നൽകിയിരുന്ന നമ്പറാണ്. അതും സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു. പിന്നീട് അത് ബിസി ആണെന്ന് പറയുകയും പിന്നീട് ഔട്ട് ഓഫ് റേഞ്ച് പറയുകയും ചെയ്യുന്ന സാഹചര്യം. ഇപ്പോൾ അത് സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം കേരളത്തിൽ തന്നെയുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഫോൺ ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഫോൺ കേരളത്തിലുണ്ട്, അദ്ദേഹം മറ്റെവിടെയെങ്കിലും ആണോ എന്നൊരു സംശയം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, സിദ്ദിഖിന്റെ ഫോൺ ഓൺ ആയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് ഒരുപക്ഷെ ഈ സിഗ്നൽ അടക്കം കണ്ടുപിടിക്കുക പ്രയാസമുള്ള കാര്യമല്ല. സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി അതിനുള്ള നടപടികളിലാണോ അതോ മുൻകൂർ ജാമ്യം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പശ്ചാത്തലത്തിൽ അത് കാത്തിരിക്കുകയാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, അന്വേഷണം തുടരുകയാണ് എന്ന രീതിയിൽ തന്നെയാണ് SIT-ൽ നിന്ന്, പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന
ഒരു സൂചനകൾ അത് തന്നെയാണ്. ഇപ്പോൾ പുതിയ വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തുന്നു എന്നതാണ്. പ്രത്യേകിച്ച് പക്ഷേ വേറെ എവിടെയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു പരിശോധന നടത്തുന്നതായോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതായോ ഒന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുമില്ല. എന്തായാലും വരും മണിക്കൂറുകളിൽ സുപ്രീം കോടതിയിലടക്കം ഒരു അപേക്ഷ വരാനുള്ളൊരു സാധ്യത എല്ലാവരും തന്നെ കാണുന്നുണ്ട്. അതിൽ കൂടുതലായും തന്നെയും ഇനി സുപ്രീം കോടതിയിലെ ഒരു നീക്കം എന്താണ്, അത്തരം ഒരു അപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ വന്നു കഴിഞ്ഞാൽ മുൻകൂർ ഹൈക്കോടതിയിൽ നിന്ന് നിരസിക്കപ്പെട്ട ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് ഒരു പ്രതികരണം ഉണ്ടാകുക എന്നതാണ് എല്ലാവരും നോക്കുന്നത്. അതിൽ ഒരു തടസ്സ ഹർജി സമർപ്പിക്കാൻ ആ പരാതിക്കാരിയും നീങ്ങുന്നുണ്ട്. കാരണം തൻ്റെ കൂടി ഒരു വാദം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേൾക്കണം എന്ന് പറഞ്ഞ് അവർ കൂടി കോടതിയിലേക്ക് എത്തുന്നു. ഒപ്പം സംസ്ഥാന സർക്കാരും ഇതേ രീതിയിൽ തന്നെ നീങ്ങിയേക്കാമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതിയിലെ നീക്കങ്ങൾ അതത്ര കണ്ട് എളുപ്പമാവില്ല. പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ നിന്നേറ്റ വളരെ നിശിതമായ വിമർശനങ്ങൾ ഇത് സംബന്ധിയായ കാര്യങ്ങളിലുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം പരാമർശങ്ങൾ, ഹൈക്കോടതിയിൽ നിന്ന് വന്ന പരാമർശങ്ങൾ പ്രോസിക്യൂഷൻ സ്വാഭാവികമായി ഇതിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടേക്കാം, സുപ്രീം കോടതിയിൽ വന്നേക്കാം. അപ്പോൾ ഇതുപോലുള്ള കേസുകളിൽ ഇത്തരം ഈ ലൈംഗിക പീഡന പരാതികളിലടക്കം കൃത്യമായ നടപടികളും കർശനമായ നിലപാടുകളുമാണ് സുപ്രീം കോടതിയിൽ നടക്കം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച അവിടെ നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അതേസമയം അന്വേഷണ സംഘത്തിനും നേരെയും വിമർശനം ഉയരുന്നുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് ഈ രീതിയിലൊരു തിരിച്ചടി ഉണ്ടാകുന്നെങ്കിൽ എന്തുകൊണ്ടാണ് സിദ്ദിഖിനെ കൃത്യമായി മാർക്ക് ചെയ്യാൻ കഴിയാതെ പോയത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഹൈക്കോടതി നിരസിക്കപ്പെടുമ്പോൾ തന്നെയും സിദ്ദിഖ് ഇവിടെ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരാളെ അവരുടെ കൺവെട്ടത്ത് നിന്ന് ഇല്ലാതാവുന്ന രീതിയിലേക്ക്, മറഞ്ഞിരിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന അന്വേഷണങ്ങളിൽ എല്ലാ സൂചനകളും കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്ന രീതിയിലെല്ലാം തന്നെ വരുന്നു. അപ്പോൾ കണ്ടുപിടിക്കാനും കഴിയുന്നില്ല, കൺവെട്ടത്ത് നിന്ന് മറയുകയും ചെയ്തു. അപ്പോൾ അന്വേഷണ സംഘത്തിൽ പൊതുവിൽ വലിയ രീതിയിലേക്ക് സംശയത്തിലേക്ക് വരുന്നുണ്ട്. നേരത്തെയും പരാതിക്കാരിയും ഈ രീതിയിലുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചിരുന്നു. അവർ പരാതിയായിട്ട് തന്നെ ഇവർക്കെതിരെ അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്ന ഈ ശ്രമങ്ങൾ അത് ഒരു വിജയത്തിലേക്ക് എത്തിയാൽ മാത്രമേ ഈ പരാതിക്കാരിയുടെ പോലും അവർ പറഞ്ഞു വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും സിദ്ദിഖിനായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. എന്റെ വിശദാംശങ്ങളാണ് പങ്കുവെക്കപ്പെട്ടത്.